ഭഗവാന്റെ ത്വചത്തിനുള്ള സ്വർണം തങ്കം 1.25 കിലോ നമ്മളെ ഭാഗ്യ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുവാണ്. കിലോ സ്വർണം, ഇതെല്ലാം വൈറ്റ് മണിയാണ്, അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫറാണ്. ബാക്കിയുള്ള ചടങ്ങ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാളെ ഇന്ന് ഇപ്പോൾ ഇവരെല്ലാം ചെന്നൈക്ക് പോകുന്നുണ്ട്. 21.5 പറയുണ്ട്, അത് ഇളക്കി അത് ചെന്നൈക്ക് കൊണ്ടുപോയി അത് വൃത്തിയാക്കി അതവിടെ സൂക്ഷിച്ചിരിക്കുവാണ്. ഇനി ഈ ഗോൾഡ് കൊണ്ടുപോയിട്ട് അതിനകത്ത് പ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭാഗ്യ ജ്വല്ലറിയിൽ നിന്ന് എന്തുകൊണ്ട് വാങ്ങിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗ്യ ജ്വല്ലറിയുടെ ഓണർ ഒരു ഭക്തനാണ്. അപ്പം നിരവധി ഭക്തന്മാർ ഉണ്ട് ഇവിടെ. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്പലത്തിലൊരു വിശ്വാസിയും, അതോടൊപ്പം തന്നെ നമ്മളേത് കാര്യങ്ങൾ പറഞ്ഞാലും അഷ്ടാഭിഷേകമായാലും മറ്റു പൂജകളായാലും എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരു മടിയില്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇവിടുന്ന് മേടിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഈ ത്വചത്തിന് വെള്ള സ്വർണം തങ്കം ഇദ്ദേഹത്തിന് നിന്ന് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 4 വർഷമായി ത്വചം കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രയാസത്തിലാണ്. വളരെ ബുദ്ധിമുട്ടി നമ്മൾ കുറേ ഫണ്ടുകൾ കളക്ട് ചെയ്ത്, പോരാത്ത ഫണ്ട് എൻ്റെ കയ്യിൽ നിന്ന്, അത് ഞാൻ തെളിച്ച് പറയുന്നില്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രശാന്ത് സാർ അവർകൾ, ദേവസ്വം മെമ്പർ അജി മെമ്പർ, അവരെല്ലാം പോയി കാണുകയും അതോടൊപ്പം തന്നെ അവർ ബന്ധപ്പെട്ട ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരായ തിരുവാഭരണ കമ്മീഷനുണ്ട് ഇവിടെ, നമ്മളെ കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ഓഫീസർ, അതോടൊപ്പം തന്നെ നമ്മളെ AC നമ്മളെ കൊട്ടാരക്കര ശ്രീ മഹാക്ഷേത്രത്തിലെ ഏവോ എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയൊരു മഹത്തായ ചടങ്ങ് നടന്ന് ഒരു സ്ത്രീ ആയാലും ആ ഭഗവാന്റെ ശ്രീകോവിൽ സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം കൊണ്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു, എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അത് തൻ്റെ ഇടത്തിൽ അത് ഏറ്റെടുത്തു, അത് വളരെ ത്യാഗപ്പെട്ടു, അതിൻ്റെ ചടങ്ങ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചടങ്ങ് അത് കഴിഞ്ഞിട്ടേ ഈ ചടങ്ങ് ചെയ്യാവൂ എന്നാണ് അതിൻ്റെ പൂർണ്ണതയുണ്ടാവും. ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഒരു പരിഗണന എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ശ്രീകോവിൽ ഇളക്കിയിട്ട് കിടക്കുമ്പോൾ ഈ ത്വചം കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു മഹത്തായ കാര്യം ചെയ്ത ഈ വലിയവരും ചെയ്തു, അത്ര ആത്മാർത്ഥത കാണിച്ചു. കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമുക്കറിയാമല്ലോ, ഇന്ന് മേടത്തിരുവാതിര കൊടിയേറുവാണ്. അപ്പം ആ ചടങ്ങിന് അതേ ദിവസം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മളും ഈ ത്വചത്തിൻ്റെ ഇന്ന് ഈ സ്വർണം തങ്കം മേടിക്കുന്ന ചടങ്ങിൽ ബഹുമാനീയരായ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഓഫീസർമാർ, AC, അതോടൊപ്പം തിരുവാഭരണ കമ്മീഷൻ, ദേവസ്വം ഉദ്യോഗസ്ഥർ, അതുപോലെ മുൻ പ്രസിഡന്റ് ചിറയത്ത് അജിത് കുമാർ, ഇദ്ദേഹത്തിനെ അറിയാമല്ലോ, ഇദ്ദേഹം നമുക്ക് വലിയ സഹായിയാണ്. ഇദ്ദേഹം ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആക്ഷേപവും ബുദ്ധിമുട്ടും പ്രയാസവും വിഷമമൊക്കെ ഉണ്ട്. ഞാൻ മാങ്ങയുള്ള മാവേലിനെ അറിയാൻ പറ്റും. അദ്ദേഹം അതോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് നമ്മളെ രാജേഷ് ബാബു, കമ്മിറ്റി അംഗമാണ്. അതുപോലെ സുരേഷ് ഗണപതി ക്ഷേത്രത്തിലെ മറ്റങ്ങൾ, പിന്നെ എൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് സുബിൻ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പരിചയം കുറവാണ്, പുള്ളിക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പുറത്താണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു ചടങ്ങിന് വേണ്ടി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. ബാക്കി ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ, ഇനിയും ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളുണ്ട്. കാരണം ഈ ഗോൾഡ് ഇവിടുന്ന് നേരെ ചെന്നൈക്ക് കൊണ്ടുപോവാണ്. ചെന്നൈ കൊണ്ടുപോയി അവിടെ 7 ദിവസം പ്രോസസ്സിംഗ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പോവുകയും ബന്ധപ്പെടുകയും ബഹുമാനപ്പെട്ട നമ്മളെ ഓഫീസറും നമ്മളെ ചന്ദ്രചൂഡൻ അവറുകൾ, നമ്മുടെ ഏറ്റവും വലിയൊരു കക്ഷിയാണ് അദ്ദേഹം കൂടാണ് അവിടെ പോയി അവിടെ എല്ലാം ഇതിൻ്റെ ഇതിൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതുപോലെ വിജിലൻസിൻ്റെ SP ഉണ്ട്, ദേവസ്വത്തിൻ്റെ പറയത്തക്കോണം എല്ലാ ഉദ്യോഗസ്ഥരും, ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവർ ഇന്ന ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നു, അവരെല്ലാം ഇതിൽ പങ്കാളിയാവുന്ന ഈ ചടങ്ങിൽ വിളിക്കാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക, അല്ല വേറെ ഒന്നും പറയാൻ മാർഗ്ഗമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഈ ഭാഗ്യയുടെ ഓണർ പറഞ്ഞ് കൃത്യമായ രീതി അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. എൻ്റെ പാൻ നമ്പറും എൻ്റെ വൈഫിൻ്റെ പാൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. രഹസ്യമൊന്നുമില്ല, എല്ലാം പ്ലെയിൻ ആയിട്ടുള്ള ഏർപ്പാടാണ്. അതെ, 24 ക്യാരറ്റ് തങ്കം. ക്ഷേത്രത്തിലേക്ക് സ്വർണ്ണക്കൊടിമരം
വളരെ കാലത്തെ ഭക്തജനങ്ങളുടെ സ്വപ്നമാണ്, ദീർഘകാലത്തെ പരിശ്രമമാണ്. പക്ഷെ അത് ഏതാനും നാൾക്ക് മുമ്പ് വരെ ഒരു ആശങ്കയിലായിരുന്നു. ആ ആശങ്കയ്ക്ക് ഒരു പരിസമാപ്തി വന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അജിത് വിനായകയുടെ ഇടപെടലാണ്. അദ്ദേഹമാണ് ഇതിനാവശ്യമായിട്ടുള്ള തങ്കം സ്പോൺസർ ചെയ്യുന്നത്. കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ വികസനവുമായിട്ട് സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, അതുപോലെ ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്കും അതുപോലെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബോർഡിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ഇതിനു വേണ്ടിയുള്ള ഈ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ ഇത് ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഭക്തജനങ്ങളിൽ നിന്നും തുകയോ അല്ലെങ്കിൽ ഈ സ്വർണ്ണമോ സമാഹരിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ അത് സാധിച്ചില്ല. എന്തായാലും നമുക്ക് വളരെ ഒരു സ്പോൺസറെ നമുക്ക് ലഭിച്ചു. നമുക്ക് അറിയപ്പെടുന്ന ആൾ, ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സജീവമായ ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തെ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇനി അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഭക്തൻ, അതിലെ അമൂല്യമായ സംഭാവനകൾ നൽകുന്ന ഭക്തൻ, അദ്ദേഹത്തിന് ഒരു സമർപ്പിതനായ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ കൂടിയായിരിക്കും. അതാണ് നമുക്ക് കൂടുതലൊന്നും പറയാനില്ലേ. നമ്മൾ സ്വർണ്ണ പ്ലേറ്റിങ് ഇത് ആദ്യമല്ല. ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച നാവായക്കുളം ക്ഷേത്രത്തിൽ നടന്നു. വളരെ സുതാര്യമായ രീതിയിൽ അവിടെ ഭക്തജനങ്ങളുടെ സംഭാവന സ്വീകരിച്ചാണ് നടന്നത്. ഇവിടെ സ്പോൺസറെ കൊണ്ട് മുമ്പ് കടുത്തുരുത്തിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ വേറെ കൂടുതലൊന്നും പറയാനില്ല. നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം എത്ര കോടി രൂപ ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, നമുക്കിപ്പോൾ പ്ലാറ്റിങ്ങിന് ഈ പറയുന്ന പോലെ സ്വർണത്തിൻ്റെ വില ആണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ പൂജാതി കാര്യങ്ങൾക്കുള്ള ചിലവാണ്, പണിക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊന്നും ആ സമയത്തുള്ള മാർക്കറ്റ് നിലയനുസരിച്ച് അതൊരു വിനിമയ തുക ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ ധ്വജ പ്രതിഷ്ഠയോടനുബന്ധിച്ച് 1.25 കിലോ സ്വർണ്ണമാണ് ശ്രീ അജിത് വിനായക അവർ അവിടത്തേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് വന്ന് ഈ ആവശ്യം പറയുകയും കൃത്യമായിട്ട് അത് നൽകണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 999 ഏറ്റവും പ്യൂരിറ്റിയുള്ള സ്വർണം ക്ഷേത്രത്തിന് കൊടുക്കുന്ന പോലെ കസ്റ്റമറിന് കൊടുക്കുന്ന എല്ലാം നമ്മൾ പ്യൂരിറ്റിയിലാണ് വിശ്വാസം. ഏറ്റവും നല്ല സ്വർണം നമ്മൾ 20 വർഷം കൊണ്ട് ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ കൊല്ലം ജില്ലയിൽ ഈ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും നമ്മൾ അസാധ്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം 10-14 വർഷം ആ ക്ഷേത്രത്തിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നവഗ്രഹം ഉൾപ്പെടെ മുരുകനട, ശ്രീകൃഷ്ണനട, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന രീതിയിൽ അന്ന് മുതലേ എൻ്റെ അടുത്ത് പറയുന്നു, സ്വർണ്ണക്കൊടിമരം ചെയ്യണം, എൻ്റെ വകയായി 50 ലക്ഷം രൂപ ഞാൻ സംഭാവന ചെയ്യാമെന്ന് എന്നോട് അന്ന് മുതലേ ആവശ്യപ്പെട്ട് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ വിനായക അജിത് കുമാർ. തീർച്ചയായും ഇന്നത്തെ സുദിനമെന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റാണ്. അത് മാത്രമല്ല, അവിടെ ജീർണാവസ്ഥയിലുള്ള ആ ശ്രീകോവിലിന് അദ്ദേഹത്തിൻ്റെ സംഭാവനയായി 10 ലക്ഷം രൂപ സംഭാവന നൽകിയാണ്. ബാക്കി പറഞ്ഞാൽ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ 10 ലക്ഷം രൂപ സംഭാവന കൊടുത്തതാണ് അതിൻ്റെ പണി തന്നെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണമായിരുന്നു, അതിൻ്റെ കലശമായിരുന്നു ഇന്ന് നടന്നത്. ഇന്ന് വൈകിട്ട് അവിടെ തൃക്കൊടിയേറ്റാണ്. ഏറ്റവും നല്ല സുദിനമായ ദിവസമാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഉത്സവം സാധാരണ കൊട്ടാരക്കര പടിഞ്ഞാറ്റക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രട്ടാതിക്ക് കൊടിയേറി തിരുവാതിരയ്ക്ക് ഇറങ്ങണമെന്നില്ല. കാരണം 8 നാൾ വരുന്ന ദിവസം ഇപ്രാവശ്യം 2 നാൾ ഒരു ദിവസം വന്നതുകൊണ്ട് പുണർതത്തിനാണ് കൊടിയിറങ്ങിയത്. തിരുവാതിരയ്ക്കല്ല, പുണർതം വരുമ്പോൾ ഉത്രട്ടാതി തൊട്ട് 8 ദിവസം, ഒരു നാൾ 2 ദിവസം വന്നതുകൊണ്ട് പുണർതത്തിനാണ് ഇറങ്ങിയത്. അതും അദ്ദേഹത്തിനൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രമാണ് പുണർതത്തിന് ഇറങ്ങി എന്ന് മാത്രമല്ല, അന്ന് കൊടിയിറങ്ങി 9:45 കൊടിയിറങ്ങി, ആറാട്ട് കഴിഞ്ഞ് 9:45 കഴിഞ്ഞ് അദ്ദേഹത്തിന് 10:45 11 മണിക്ക് ഒരു പെൺകുഞ്ഞും ജനിച്ചു. അതിനെ തുടർന്ന് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. അതറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം. അദ്ദേഹം ആ ക്ഷേത്രത്തിലോട്ട് പിന്നെ കടന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഈ പറയുന്ന ഈ പ്രതിഷ്ഠ, ഈ സ്വർണ്ണക്കൊടിമര ധ്വജപ്രതിഷ്ഠയുടെ വാഹനം പ്രതിഷ്ഠിക്കുന്നത് മെയ് മാസം 3-ാം തീയതി 2 കഴിഞ്ഞ് 3:20 ശുഭമുഹൂർത്തത്തിലാണ്. ഭാഗ്യവശാൽ ആ ദിവസവും പുണർത നക്ഷത്രമാണ്. ഇത് ആരും പറഞ്ഞു തന്നതല്ല, ഞാൻ ആ കലണ്ടർ നോക്കി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും
ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഗണപതിയുടെയും മഹാദേവൻ്റെയും എല്ലാ അനുഗ്രഹവുമുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. ഒരിക്കൽ കൂടി പറയുന്നതിന് യാതൊരു തർക്കവുമില്ല. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊടി മരത്തിൻ്റെ സ്വർണം മേടിക്കുന്ന ദിവസമാണ്. അതായത് 1.25 കിലോ സ്വർണ്ണമാണ് ഇന്ന് നമ്മൾ കൈമാറുന്നത്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര അമ്പലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അത് ഇത്രത്തോളം ആക്കിയത്, ഇത്രത്തോളം വെച്ചാൽ ഇപ്പം കേരളം അറിയപ്പെടുന്ന ഒരു അമ്പലമാക്കി മാറ്റാൻ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ നേരത്തെ പറഞ്ഞിട്ട് സഹോദര തുല്യനായ ശ്രീ നേത്രേട്ടനാണ്. ദിവസം മുന്നേ കൊട്ടാരക്കര ഗ്രൂപ്പിൻ്റെയും ഒരു അഭിമാനം എന്ന് തന്നെ പറയാം. പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു സ്വർണ്ണക്കൊടിമരം. ഈ സ്വർണ്ണം മേടിക്കുന്ന ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാഗണപതിയുടെ കൊടിയേറ്റ് ദിവസം, ശ്രീകോവിൽ പണി പൂർത്തിയായ ദിവസം, എല്ലാം കൊണ്ടും നല്ലൊരു സുദിനത്തിൽ ഈ സ്വർണം വാങ്ങാൻ അജിത്തേന് തോന്നിയത് തന്നെ ഒരു ദൈവ അനുഗ്രഹമായി ഞാൻ കാണുന്നു. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണമായി സ്പോൺസർഷിപ്പിലൂടെ ബഹുമാന്യനായ അജിത്തേട്ടൻ ചെയ്യുന്നതിന് ആ ഗോൾഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സാന്നിധ്യം വഹിക്കാൻ കഴിഞ്ഞ ഭാഗ്യമായിട്ട് കരുതുന്നു. അതിൽ പങ്കാളിയാവാൻ എന്നേക്കൊരു അവസരം തന്ന അജിത്തേട്ടന് കുടുംബത്തിനും പടിഞ്ഞാറ്റിൻകര മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമസ്കാരം. കൊടിമര നിർമ്മാണം സംബന്ധിച്ചുള്ള ആദ്യഘട്ടമെന്നുള്ള നിലയിലുള്ള സ്വർണത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് എടുത്തത്. സ്വർണ്ണത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 3 കോടി രൂപയോടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതെല്ലാം വിനായക പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നേടിയെടുത്തതാണ് ഇവിടെ. ഇനിയിപ്പം വികസനത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പിത്തള ഭാഗക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഓഫീസ് വരെ ഇവിടെ കയറിയിരിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കയറിയാണ് വാഹനം കൊണ്ട് സുഖമായിട്ട് കയറിയിരിക്കാനുള്ള ഒരു അവസരം. അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ദിവാങ്കോട്ട് ഇതെല്ലാം ഒന്ന് കിടക്കണമെങ്കിൽ ഒന്ന് ഉറങ്ങണം, ഇതെല്ലാം ചെയ്തു തന്ന് അദ്ദേഹത്തിന് കുടുംബത്തിന് മഹാദേവൻ്റെ മഹാഗണപതിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകണമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ആവശ്യം പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു ലാഭവും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും കൃത്യമായി അത് നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. ദൈവാധീനം കൊണ്ട് പറയട്ടെ, ഇത് 2 ദിവസം മുന്നെയാണ് ഇത് ബുക്കിംഗ് നടന്നത്. അതിനുശേഷം ഇത്രയും ഗോൾഡിൽ തന്നെ 7 ലക്ഷം രൂപയാണ് ഇന്നത്തേക്ക് അധികം വന്നത്. അത്രയ്ക്കും ഇന്ന് 2200 ഒരു പവന് കൂടുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തം പോലെ അദ്ദേഹം കൃത്യമായിട്ട് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ നടത്തുകയും അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തരികയും വൈഫിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂടെ അക്കൗണ്ടുകളിൽ നിന്നാണ് അതിലേക്ക് പൈസ വരികയും ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നു, അക്കൗണ്ടിൽ വരവെച്ചു കൃത്യമായിട്ട്. അത് ഈ പറയുന്നത് ഇതിനകത്ത് സുതാര്യമായ ഇടപാടുകളാണ് ഇതെല്ലാം നടക്കുന്നത്. കൃത്യമായ ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നൊരു വഴിപാടിനൊക്കെ ഒരുപാട് പരിധികളുണ്ട്. സാധാരണ ഒരാൾ നമ്മൾ തന്നെ അറിയാം, എത്ര ഉള്ളവരും കൊടുക്കുന്നില്ല. അതിനൊരു മനസ്സ് വരണം. ആ മനസ്സ് വരിക മാത്രമല്ല, അതിന് ഈശ്വരൻ ഒരു അവസരവും അതിനുള്ള ആയുസ്സും ആരോഗ്യവും അർത്ഥവും നൽകണം. ഇതെല്ലാം ഇദ്ദേഹത്തിന് വാരിക്കോരി ദൈവം തമ്പുരാൻ നന്ദി കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും